ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രൊമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് തിയറീസും അതുപോലെ പ്രിൻസിപ്പിൾസും ഇക്വേഷൻസും ഒക്കെ ഇതിനു മുമ്പ് നമ്മുടെ ഇന്ത്യൻസ് ഫൈൻഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇപ്പൊ അറിയപ്പെടുന്നത് വേറെ ഫോറിൻ ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ ഒക്കെ പേരിലാണ്. പക്ഷെ ഇതൊക്കെ ഇതിനു മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവർ എഴുതിയിട്ടുള്ള ബുക്കുകളിലൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ആൻഷ്യൻ സയന്റിസ്റ്റിന്റെ കേസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഉള്ള സയന്റിസ്റ്റ് എന്തൊക്കെ കണ്ടുപിടിച്ചു, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ആര്യഭട്ടനെ കുറിച്ചിട്ടാണ്. ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഷ്യൻ സയന്റിസ്റ്റുകളാണ്. അതായത് ഇവര് കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബുക്കിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇപ്പം ആരും ഫോളോ ചെയ്യുന്നില്ല. ഇതൊക്കെയും ഫൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതൊക്കെയും ഫോറിൻ ആയിട്ടുള്ള സയന്റിസ്റ്റിനെയാണ്. ഓക്കെ, അപ്പം ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ആര്യഭട്ടയുടെ കേസാണ്. ആര്യഭട്ട കണ്ടുപിടിച്ചത് എർത്തിന്റെ റൊട്ടേഷണൽ ടൈം ആണ്. അതായത് ഇപ്പം ഒരു 23 ആ ഒരു ഏജിലാണ് ആര്യഭട്ട ഈ ഒരു എർത്തിന്റെ റൊട്ടേഷണൽ ടൈം കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസും അതുപോലെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നത് ആര്യഭട്ടയാണ്. പിന്നെ അതുപോലെ ആര്യഭട്ടയുടെ ബുക്കില് ഈ ഒരു ഇതിനെ പറ്റിയിട്ട്, അതായത് ഇപ്പൊ എർത്ത് സ്പെറിക്കൽ ഷേപ്പ് ആണ്, അതുപോലെ അതിനൊരു ആക്സിസ് ഉണ്ട്, ആ ഒരു ആക്സിസിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യാണ്. അതുപോലെ ബാക്കിയുള്ള പ്ലാനറ്റ്സിനെ പോലെ തന്നെയാണ് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്നുള്ളതൊക്കെയും കണ്ടുപിടിച്ചത് ആര്യഭട്ടയാണ്. അതുപോലെ ആര്യഭട്ടയുടെ ബുക്കിലും ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആര്യഭട്ട ഇത് കണ്ടുപിടിച്ചത് ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെയും ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? കോപ്പർനിക്കസിന്റെയും ഗലീലിയോയുടെയും പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അപ്പം ഈ കോപ്പർനിക്കസിന്റെയും ഗലീലിയോയുടെയും അവര് വന്നിട്ടുള്ളതിനും ഒരു 2000-1500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യഭട്ട ഇതൊക്കെയും കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആര്യഭട്ട പറഞ്ഞു വെച്ചിട്ടുള്ള ടൈം എന്ന് പറയുന്നത്, അതായത് ഇപ്പം എർത്തിന്റെ റൊട്ടേഷന് എടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് 23 അവറും 56 മിനിറ്റ്സും അതുപോലെ 4.01 സെക്കൻഡ്സും ആണ് ഒരു റൊട്ടേഷന് ആര്യഭട്ട എഴുതി വെച്ചിട്ടുള്ള ടൈം. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ വാല്യൂ എന്ന് പറയുന്നത് 23 അവേഴ്സും പിന്നെ 56 മിനിറ്റ്സും 4.091 സെക്കൻഡ്സും. അതിലിപ്പോ അത്ര വലിയ വ്യത്യാസം വന്നു എന്ന് പറയാനൊന്നും പറ്റില്ല. മോഡേൺ വാല്യൂ അതുപോലെ ആര്യഭട്ട എഴുതി വെച്ചിട്ടുള്ള വാല്യൂ തമ്മിൽ അത്ര വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും അത് അറിയപ്പെടുന്നത് കോപ്പർനിക്കസിന്റെയും ഗലീലിയോന്റെയും പേരിലാണ്. ആര്യഭട്ട ഇതിനു മുമ്പ് ആര്യഭട്ട എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്കിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത് അറിയപ്പെടുന്നത് ഫോറിൻ സയന്റിസ്റ്റിന്റെ പേരിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് ആര്യഭട്ട സീറോനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സീറോ കണ്ടുപിടിച്ചത് ആര്യഭട്ടയല്ല. ആരാണ് സീറോ കണ്ടുപിടിച്ചത്? നമ്മള് ഇന്ത്യക്കാരാണ് സീറോ കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം. ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയൂ? ഇപ്പൊ സീറോ കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തയാണ്. ഓക്കെ, അപ്പം ബ്രഹ്മഗുപ്തയാണ് ഇതുപോലെ സീറോ കണ്ടുപിടിച്ചത്. മാത്തമാറ്റിക്സിൽ ഒരു നമ്പർ ആയിട്ട് കൊണ്ടുവന്നതും ബ്രഹ്മഗുപ്തയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഓപ്പറേഷൻ റൂൾസ്, മാത്തമാറ്റിക്സിലുള്ള ഓപ്പറേഷൻസിന്റെ റൂൾസും കാര്യങ്ങളും ഫ്രെയിം ചെയ്തതും ബ്രഹ്മഗുപ്തയാണ്. അതുപോലെ ബ്രഹ്മഗുപ്ത എഴുതിയിട്ടുള്ള ബുക്കിന്റെ പേരാണ് ബ്രഹ്മാസ്ഫുത്ത സിദ്ധാന്ത. അപ്പം ഇതില് ആണ് ഇതുപോലെ സീറോ വെച്ചിട്ട് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടതും അഡീഷൻ ചെയ്യേണ്ടതൊക്കെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബുക്കിലാണ്. ഇനി ഇപ്പം അതായത് ഒരു നമ്പർ ആയിട്ട് ഇപ്പൊ സീറോനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരമായിട്ട് വരിക? നമുക്കറിയാം, ഒരു നമ്പർ ആയിട്ട് സീറോനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സീറോ തന്നെയാണ് വരിക. ഇനി ഒരു നമ്പറിനെ സീറോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഡിവിഷൻ നടത്തുന്ന സമയത്ത് എന്താണ് വരിക? ഓക്കെ, അത് നമുക്കറിയാം, അവിടെ ഇൻഫിനിറ്റി ആണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയും തന്നെ ബ്രഹ്മാസ്ഫുത്ത സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഹ്മഗുപ്തയുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ബ്രഹ്മഗുപ്ത ഈ സീറോ മാത്രമല്ല കണ്ടുപിടിച്ചത്, പിന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് 4 മെത്തേഡ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷന് തന്നെ 4 മെത്തേഡ് ഉണ്ട്, അതെല്ലാം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ജിയോമെട്രിക് പ്രോഗ്രഷൻ സീരീസ്, അപ്പൊ അതിനുള്ള ഫോർമുല കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഏരിയ ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽസ് വിത്ത് സൈഡ്സ് എ ബി സി ഡി,
അതായത് ഈ സൈഡ്സ് ഒക്കെയുള്ള ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തയാണ്. സീറോ വരെ കണ്ടുപിടിച്ചത് ബ്രഹ്മഗുപ്തയാണ്. ഓക്കെ, അപ്പൊ അതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ഇന്ത്യക്കാരുടെ ഒക്കെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് നാഗാർജുനനെ പറ്റിയിട്ടാണ്. നാഗാർജുനനെ പറ്റിയിട്ട് പറയുമ്പോൾ കൂടുതലും കെമിസ്ട്രി ആ ഒരു ഫീൽഡിലോട്ടാണ് വരുന്നത്. അതായത് ഇപ്പം അലോയ്സിനെ ഡിസ്കവർ ചെയ്തതൊക്കെയും നാഗാർജുനയാണ്. അതുപോലെ തന്നെ ഇപ്പം അലോയ്സിനെ ഡിസ്കവർ ചെയ്യാൻ മാത്രമല്ല, അലോയ്സിനെ എങ്ങനെയൊക്കെ പ്രോസസ് ചെയ്യാം, ഓറിൽ നിന്നും എങ്ങനെയൊക്കെ ഈ മെറ്റൽസിനെ ഉണ്ടാക്കാം, അപ്പൊ അതിൻ്റെ ഉള്ള എക്സ്ട്രാക്ഷൻ പ്രോസസ്സുകൾ, അതുപോലെ അലോയ്സിനെ പ്രോസസ് ചെയ്യാനുള്ളതൊക്കെയും ഇതൊക്കെയും കണ്ടുപിടിച്ചത് സെക്കൻഡ് BC യിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഏത് രാസരത്നാകര എന്ന് പറഞ്ഞിട്ടുള്ള ആ ബുക്കിലാണ് നാഗാർജുന ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ, കാൽസിനേഷൻ, കളറിംഗ് ഓഫ് മെറ്റൽസ്, ഇതിന്റെ ഒക്കെയും പ്രോസസ്സുകൾ അന്ന് ആ ഒരു ബുക്കിൽ, അതായത് രാസരത്നാകര എന്ന് പറഞ്ഞിട്ടുള്ള ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നാഗാർജുനയാണ് കെമിസ്ട്രി ഫീൽഡിലെ ഏറ്റവും ആൻഷ്യന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മഹർഷി കന്നഡ. ഇപ്പൊ ആറ്റോമിക് തിയറി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ആറ്റോമിക് തിയറി ഇപ്പൊ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം, ജോൺ ഡാൽട്ടന്റെ പേരിലാണ് ആറ്റോമിക് തിയറി അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ ഉള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, ആൻഷ്യൻ സയന്റിസ്റ്റ് ആയിരുന്നു മഹർഷി കന്നഡ. മഹർഷി എന്ന് പറയുന്നത് സേജ് എന്ന് തന്നെയാണ് മീനിങ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ സേജ് കന്നഡ എന്ന് പറഞ്ഞിട്ടും ഈ ഒരു സയന്റിസ്റ്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ട് പേരുകളുണ്ട്. മഹർഷി കന്നഡയുടെ ഒരു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് തിയറിയിൽ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഈ വേൾഡിലെ എവറിത്തിങ്, എല്ലാതും ഉണ്ടാക്കിയിരിക്കുന്നത് പരമാണു കൊണ്ടാണ്. അപ്പൊ മഹർഷി കന്നഡ യൂസ് ചെയ്തിട്ടുള്ള ടേം എന്ന് പറയുന്നത് പരമാണു എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആറ്റമാണ്. അതായത് ഇപ്പൊ ഈ ഒരു യൂണിവേഴ്സിലുള്ള എല്ലാ സംഭവങ്ങളും, എല്ലാ ഓർഗാനിസം ആയാലും എന്തായാലും എല്ലാതും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റംസ് കൊണ്ടാണ്. അപ്പം അന്ന് എഴുതി വെച്ചിട്ടുള്ളത് പരമാണു കൊണ്ടായിരുന്നു എന്നാണ്. ഇനി റിയൽ എൻറ്റിറ്റീസ് വിച്ച് ആർ ഒബ്റ്റെയിൻഡ് വെൻ എ മാറ്റർ ഈസ് ഡിവൈഡഡ് ആൻഡ് സബ് ഡിവൈഡഡ്. അപ്പം റിയൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു മാറ്റർ ഡിവൈഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു റിയൽ എൻറ്റിറ്റി ഫോം ചെയ്യുന്നത്. പക്ഷെ അതിനും ഇപ്പൊ സബ് ഡിവിഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്യില്ല? ഡിവിഷൻ നടക്കില്ല. എന്തുകൊണ്ടാണ്? അത് ആറ്റംസ് ആയിട്ട് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ ആറ്റംസ് എന്ത് ചെയ്യുന്നില്ല? ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആര്? മഹർഷി കന്നഡ. പക്ഷെ ആറ്റം എന്നല്ല അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് പരമാണു എന്നാണ്. ഓക്കെ, അപ്പം കന്നഡയാണ് ഏറ്റവും ഫസ്റ്റ് ഈ അറ്റോമിക് കൺസെപ്റ്റ് ഒക്കെ യൂണിവേഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ ജോൺ ഡാൽട്ടൺ ആണ് ഇപ്പൊ അറ്റോമിക് തിയറിയുടെ ഫാദർ ഒക്കെ ആയിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിലും, ജോൺ ഡാൽട്ടൺ വരുന്നതിന് ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹർഷി കന്നഡ അറ്റോമിക് തിയറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം മഹർഷി കന്നഡ കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് അറ്റോമിക് തിയറി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള വേറെ ഒന്നാണ് ഇപ്പം ഈ ഒരു വേൾഡിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഇപ്പം 9 എലമെന്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് എർത്ത് ആണ്, പിന്നെ വാട്ടർ, പിന്നെ ലൈറ്റ് ഓർ ഫയർ, വിൻഡ്, ഈതർ, ടൈം, സ്പേസ്, മൈൻഡ് ആൻഡ് സോൾ. അപ്പൊ ഈ 9 എലമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്തു? ഈ വേൾഡിലുള്ള എല്ലാ ഒബ്ജക്ട്സിനും ക്ലാസിഫൈ ചെയ്തത് മഹർഷി കന്നഡയാണ്. ഇനി അപ്പം മഹർഷി കന്നഡ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആറ്റംസ് ഒക്കെ കൂടി ചേർന്നിട്ട് എന്താകുന്നുണ്ട്? മോളിക്യൂൾസ് ആകുന്നുണ്ട്. പക്ഷെ ആറ്റത്തിന് ആറ്റം എന്നല്ല, പരമാണു എന്നാണ് ടേം ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൻഷ്യൻ സയന്റിസ്റ്റ്, അതായത് ആൻഷ്യൻ ഇന്ത്യൻ സയന്റിസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഇവരുടെ പേരിലല്ല അറിയപ്പെടുന്നത്. കാരണം അന്നൊരു പുറമേ ഉള്ള ഒരു വേൾഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്രയും കുറവായിരുന്നു. ഇപ്പോഴൊക്കെയാണ് അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ടുപിടുത്തങ്ങളൊന്നും ലോകം അറിയാതെ പോയി. അങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ വേറെ ഫോറിൻ സയൻസിന്റെ പേരിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഇനി അടുത്ത ഒരാളാണ് ബൗണ്ടിയാന. നമുക്കറിയാം പൈതഗോറസ് തിയറം ആരാണ് കണ്ടുപിടിച്ചത്?
പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പൈതഗോറസ് തിയറം കണ്ടുപിടിച്ചത് പൈതഗോറസ് തന്നെയാണ്. അപ്പം ഈ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് പൈതഗോറസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ആര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു? ബൗണ്ടിയാന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾ എഴുതി വെച്ചത് ഇങ്ങനെയാണ് പറയുന്നത്: ദ ഏരിയാസ് ഓഫ് എ സ്ക്വയേഴ്സ് പ്രൊഡ്യൂസ്ഡ് സെപ്പറേറ്റ്ലി ബൈ ദ ലെങ്ത്സ് ഓഫ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ടുഗെദർ ഈക്വൽ ദ ഏരിയ ഓഫ് സ്ക്വയർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡയഗണൽ. അപ്പൊ ഈ സെയിം കാര്യം തന്നെയാണ് പൈതഗോറസ് തിയറത്തിലും പറയുന്നത്. ഓക്കെ, ഇനി അപ്പം ഈ ഒരു ബൗണ്ടിയാന ഈ ഒരു പൈതഗോറസ് തിയറം മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ നാള് കഴിഞ്ഞിട്ട്, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പൈതഗോറസ് തിയറം എഴുതുന്നത്. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് സീഡൻബർഗ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഓൾഡ് ബാബിലോണിയ ഗോട്ട് ദ തിയറം ഓഫ് പൈതഗോറസ് ഫ്രം ഇന്ത്യ. അതായത് പഴയ ആ ബാബിലോണിയക്ക് ഈ ഒരു തിയറം കിട്ടിയത് ആരിൽ നിന്നുമാണ്? പൈതഗോറസ് തിയറം കിട്ടിയത് ഇന്ത്യക്കാരിൽ നിന്നുമാണ്. ഇന്ത്യക്കാരിൽ നിന്നുമാണ് ആര് ഈ ഒരു തിയറം ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ഇത് കൊണ്ടുവന്നത്, കൺവേർട്ട് ചെയ്തെടുത്തത്? പൈതഗോറസ് ആണ്. ഓക്കെ, ഇനി ദെൻ വഹാര മിഹിര അടുത്തൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. അപ്പം ഈ ഒരു സയന്റിസ്റ്റ് ആണ് സ്കൈ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ടുവന്നത്. അപ്പൊ സ്കൈ മാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് ഇപ്പം സ്കൈ എന്ന് പറയുന്നത് ഓരോ ഇയർ കൂടും തോറും അത് ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട് സ്കൈ. ഓക്കെ, അപ്പൊ സ്കൈ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വർഷം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ബാക്ക്വേർഡ് ഷിഫ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട് എന്നുള്ളത് ആര് കണ്ടുപിടിച്ചു? വഹാരമിഹിര കണ്ടുപിടിച്ചു. ഇവരൊക്കെ എന്താണ്? പണ്ടത്തെ മഹർഷിമാരാണ്. ഓക്കെ, അപ്പൊ മഹർഷി വഹാരമിഹിര എന്നൊക്കെയും അല്ലെങ്കിൽ സേജ് വഹാരമിഹിര എന്നൊക്കെയും ചിലപ്പോ പേരുകൾ പറയാം. അതൊക്കെ സിനോണിമസ്ലി യൂസ് ചെയ്യുന്നതാണ്. എല്ലാം ഒരാൾക്ക് തന്നെ പറയുന്നതാണ്. ഓക്കെ, ഇനി ഈ വഹാരമിഹിര എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഏറ്റവും ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ഓഫ് ഇക്വിനോസിന്റെ ആ ഒരു ടൈം മെൻഷൻ ചെയ്തത്. അതായത് 50 മിനിറ്റ്സും 32 സെക്കൻഡ്സും എന്നുള്ള ആ ഒരു ടൈം, അതായത് ഇക്വിനോസിന്റെ ഷിഫ്റ്റിംഗ് ടൈം കൊണ്ടുവന്നത് അതെ വഹാരമിഹിര എന്നും വരാഹമിഹിര എന്നും സേജ് വഹാരമിഹിര എന്നും മഹർഷി വഹാരമിഹിര ഇങ്ങനെയൊക്കെയും പേരുകൾ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ സിനോണിമസ്ലി യൂസ് ചെയ്യുന്നതാണ്. ഇനി അപ്പം ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോ ഇക്വിനോസിന്റെ ഷിഫ്റ്റിംഗ് അതിന് മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോഴും അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, ഇപ്പോഴും ആ ഒരു ടൈം പീരീഡ് തന്നെയാണ് പറയുന്നത്. ഇനി ഇപ്പം വഹാരമിഹിര ആണ് ഇപ്പം ഈ ഒരു സ്കൈയുടെ നാവിഗേഷൻ അതിന്റെയൊക്കെയും ടൈമൊക്കെയും ചാർട്ട് ചെയ്ത്, അതായത് ഇപ്പൊ നൈറ്റ് ഓർ ഡേ, അപ്പൊ അതിന്റെ സ്കൈ നാവിഗേഷൻ അതൊക്കെയും ചാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്താരാണ്? ഈ ഒരു സയന്റിസ്റ്റ് ആണ്. ഇനി ഇപ്പൊ ഹോറോസ്കോപ്പ്, അപ്പം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഒരു ഹോറോസ്കോപ്പ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യും, അപ്പൊ അതിനെ കുറിച്ചും ആര് ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു സയന്റിസ്റ്റ് വഹാരമിഹിര ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വരാഹമിഹിരൻ. ഓക്കെ, ദെൻ അപ്പം അതുപോലെ തന്നെ ഫേവറേറ്റ് കൺസലേഷൻസ് ഒക്കെയും ട്രാക്ക് ചെയ്യാൻ അതൊക്കെയും ആര് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ വരാഹമിഹിരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഭാസ്കര 2. ഇപ്പൊ ഭാസ്കര 2 എന്നൊക്കെ പറയുന്നത് ഇപ്പം ഭാസ്കര എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ സണ്ണിനെയാണ് ഭാസ്കര 2 എന്നൊക്കെയും പറയുന്നത്. അപ്പം ഓക്കെ, അപ്പൊ ഗുരുത്വാകർഷണത്തെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതിരുന്ന കാലത്ത് ആണ് ആര് എന്ത് കണ്ടുപിടിച്ചത്? വരാഹമിഹിരൻ സ്കൈ മാപ്പിംഗ് കണ്ടുപിടിച്ചത്. ഗുരുത്വാകർഷണം ഒന്നും അന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അതിനു മുമ്പേ തന്നെ ആര് കണ്ടുപിടിച്ചു? സ്കൈ മാപ്പിംഗ് വരാഹമിഹിരൻ കണ്ടുപിടിച്ചു. ഇനി ഭാസ്കരയുടെ സൺ ആണ് ഭാസ്കര 2 എന്ന് പറയുന്നത്. അപ്പം ആളുടെ പേരെന്ന് പറയുന്നത് ഭാസ്കരാചാര്യ. ഇനി ഭാസ്കര 2 ആണ് ഗ്രാവിറ്റീനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് തന്നെ ആരെന്ത് കണ്ടുപിടിച്ചു? വഹാരമിഹിരൻ സ്കൈ മാപ്പിംഗ് കണ്ടുപിടിച്ചു. അപ്പം ഭാസ്കര 2 ആണ് ഗ്രാവിറ്റീനെ കണ്ടുപിടിച്ചത്, അതായത് മെൻഷൻ ചെയ്തത്. പക്ഷെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പൊ ആരാണ് അറിയപ്പെടുന്നത്? ന്യൂട്ടൺ ആണ് അറിയപ്പെടുന്നത്, നമുക്കറിയാം. അപ്പം ഇപ്പൊ ഏറ്റവും ഫസ്റ്റ് ഈ ഒരു നോഷൻ ഓഫ് ഗ്രാവിറ്റി
അതുപോലെ എഫോർട്ട് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിനൊക്കെയും പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് ഭാസ്കര ടു അല്ലെങ്കിൽ ഭാസ്കരാചാര്യാണ്. അപ്പം ആളുടെ ബുക്കിന് പറയുന്ന പേരാണ് സൂര്യ സിദ്ധാന്ത. ഓക്കെ, അപ്പൊ ഈ ഒരു ബുക്കിൽ ആൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഒബ്ജക്ട്സ് ഫോൾ ഓൺ എർത്ത് ഡ്യൂ ടു എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബൈ ദി എർത്ത്. അപ്പോൾ എർത്തിന് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒബ്ജക്ട്സ് എല്ലാതും എർത്തിലോട്ട് ഫോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? ഗ്രാവിറ്റി തന്നെയാണ്. ഇനി therefore the earth, planets, constellations, moon and sun are held in orbit due to this attraction. അപ്പൊ ഇതെല്ലാം ഒരു ഓർബിറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അട്രാക്ഷൻ വഴിയാണ് ഇതെല്ലാം ഓർബിറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സൂര്യ സിദ്ധാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ. ഇനി ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് ഇപ്പൊ ഐസക് ന്യൂട്ടൺ ഒക്കെ വരുന്നതിന് ഒരു 500 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐസക് ന്യൂട്ടനേക്കാളും ഒരു 500 വർഷം മുമ്പ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? ഭാസ്കര ടു ഗ്രാവിറ്റീനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഭാസ്കരാചാര്യ എഴുതിയിട്ടുള്ള വേറൊരു ബുക്കാണ് സിദ്ധാന്ത ശിരോമണി എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അപ്പൊ ഈ ഒരു ബുക്കിലാണ് മോഷൻ ഓഫ് പ്ലാനറ്റ്സിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. ഗ്രാഹ ഗണിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലാണ്, ഈ ഒരു സിദ്ധാന്ത ശിരോമണിയുടെ ഗ്രാഹ ഗണിത എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലാണ് പ്ലാനറ്റ്സിന്റെ മോഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് കർണ കുട്ടൂഹല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും ഒരു ബുക്കാണ്. ഇത് എഴുതിയിട്ടുള്ളത് 69ാമത്തെ വയസ്സിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിനെയാണ് ഇപ്പോ പഞ്ചാംഗ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിനെയാണ് ഇപ്പോ എഴുതിയിട്ടുള്ള ഒരു ബുക്കായിരുന്നു പഞ്ചാംഗ. അതിനെയാണ് ഇപ്പോഴും ഒരുപാട് പേര് റെഫറൻസ് ബുക്കായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇപ്പൊ ഗ്രാവിറ്റി, അപ്പം അത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. 500 വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചു, ന്യൂട്ടനേക്കാളും 500 വർഷങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പക്ഷെ ഇപ്പൊ ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് ആരാണ് കണ്ടുപിടിച്ചത്? ആരുടെ പേരിലാണ് അത് ഉള്ളത്? ന്യൂട്ടന്റെ പേരിലാണ്. ഓക്കെ, ദെൻ സുശ്രുതയാണ് പ്ലാസ്റ്റിക് സർജറി. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞത് സുശ്രുതയാണ്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നതും സുശ്രുതയാണ്. ഓക്കെ, ഇനി 2600 വർഷങ്ങൾക്ക് മുമ്പാണ് സുശ്രുത അവരുടെ കൊലീഗ്സ് ആയിട്ടും എന്ത് കണ്ടുപിടിച്ചത്? ഇപ്പം നോസിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഫോർഹെഡിലെ സ്കിന്നിന്റെ ഫ്ലാപ്പ് എടുത്ത് നോസിനേക്കും ഡിസ്ഫിഗർ ചെയ്യാന്നുള്ളതും റിപ്പയർ ചെയ്യാന്നുള്ളതൊക്കെയും കണ്ടുപിടിച്ചത് സുശ്രുതയും ആളുടെ കൊളീഗ്സും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പം ആളാണ് പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ സർജറിയുടെയൊക്കെയും ഫാദർ എന്ന് പറയുന്നത്. ഇനി സുശ്രുത എഴുതിയിട്ടുള്ള ബുക്കാണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബുക്കില് 120 സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ 300 സർജറി പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഹ്യൂമൻസിൽ ചെയ്യുന്ന സർജറി അതൊരു 8 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുമുണ്ട് ഈ ഒരു ബുക്കിൽ. അപ്പോൾ ഫുൾ സർജറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും സുശ്രുത ഈ ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ സർജറിയുടെ ഫാദറാണ്. ആളുടെ ബുക്കില് സുശ്രുത സംഹിത എന്നുള്ള ബുക്കില് എല്ലാ കാര്യങ്ങളും സർജറിനെ പറ്റിയിട്ടുള്ള അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് വരെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ചരക സംഹിത എന്നുള്ളത് ആളുടെ ബുക്കായിരുന്നു. അപ്പൊ അതിൽ ഇന്റേണൽ മെഡിസിനൊക്കെ പറ്റിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ചരകയാണ് ഇതുപോലെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്യാന്നുള്ളത് കൊണ്ടുവന്നത്. മെഡിസിൻസ് ഇപ്പോ ആർട്ടിഫിഷ്യൽ ലിംബ് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും ട്രീറ്റ്മെന്റ് വഴി. അതുപോലെ തന്നെ ഒരുപാട് സിമ്പിൾ മെത്തേഡ്സ്, സിമ്പിൾ റെമഡീസ്, ഇപ്പോൾ പാരലിസിസ്, അതുപോലെ ലെപ്രോസി, ക്യാൻസർ, ബ്ലൈൻഡ്നെസ്, ഇതിനൊക്കെ ക്യൂർ ചെയ്യാനുള്ള സിമ്പിൾ റെമഡീസ് ഒക്കെയും സജസ്റ്റ് ചെയ്തത് ഈ ഒരു ചരകയാണ്. അതുപോലെ തന്നെ ഇപ്പോ മെർക്കുറി സൾഫർ ഒക്കെ യൂസ് ചെയ്തിട്ട് മെഡിസിൻസ് ഉണ്ടാക്കാം എന്നുള്ളത് വരെയും പറഞ്ഞത് ചരകയാണ്. അപ്പം ചരകയാണ് കൂടുതൽ ഇന്റേണൽ മെഡിസിൻസും കാര്യങ്ങളും കണ്ടുപിടിച്ചത്. അതുപോലെ എഴുതിയിട്ടുള്ള ബുക്കായിരുന്നു ചരക സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സുശ്രുത എന്ന് പറയുന്നത് ഫാദർ ഓഫ് സർജറി ആണ് നമുക്കറിയാം. അപ്പം ആൾ എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്കായിരുന്നു സുശ്രുത സംഹിത. ഇനി അതിൽ ഒരുപാട് സർജിക്കൽ ടെക്നിക്സിനെ പറ്റിയിട്ടും ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടൊക്കെയും എഴുതിയിട്ടുണ്ട്.
ഇനി ചരകയുടെ എഴുതിയിട്ടുള്ള ബുക്കായിരുന്നു ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ഇന്റേണൽ മെഡിസിൻസിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെയും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സയന്റിസ്റ്റ് ആണ് പിൻഗല. ഇപ്പൊ പിൻഗല എന്ന് പറയുന്നത് ഇപ്പൊ സാൻസ്ക്രിറ്റിലാണ് റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ മീറ്ററിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ആദ്യമായിട്ട് സീറോനെ യൂസ് ചെയ്തതും ഒക്കെ ആരാണ്? പിൻഗലയാണ്. അതുപോലെ സാൻസ്ക്രിറ്റ് വേർഡ് ആയിട്ടുള്ള ശൂന്യ എന്നുള്ളത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ സീറോനെ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സാൻസ്ക്രിറ്റിലായിരുന്നു ഒരുവിധം റൈറ്റിങ്സ് ഒക്കെയും. അപ്പോ അത് ആ ഒരു സാൻസ്ക്രിറ്റിൽ ആ ഒരു ലാംഗ്വേജിലായിരുന്നു ഈ ഒരു സീറോനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ശൂന്യ എന്നുള്ള വേർഡ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഫിബോനാക്കി നമ്പേഴ്സും ബൈനറി നമ്പേഴ്സും. ഈ ഫിബോനാക്കി നമ്പേഴ്സും അതുപോലെ അതിന്റെ സീക്വൻസ് ഒക്കെയും ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസ് ആണ്. ഓക്കെ, അപ്പം അതിനൊക്കെയും പേരുകൾ വേറെയായിരുന്നു. മാത്രമേരു എന്ന് പറഞ്ഞിട്ടുള്ള പേരിലായിരുന്നു അറിയപ്പെടുന്നത്. ഇനി ഇപ്പം ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിൻഗലയായിരുന്നു. ഓക്കെ, അപ്പം ഈ വേർഡും മെൻഷൻ ചെയ്തിട്ടുള്ളത് പിൻഗലയായിരുന്നു. അതുപോലെ വിരഹൻക, ഗോപാല, ഹേമചന്ദ്ര ഇവരൊക്കെയും ഈ ഒരു നമ്പേഴ്സിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആണ് ഫിബോനാക്കി. ആളാണ് ഈ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ മാത്തമാറ്റിക്സിലോട്ട് ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞത്. അപ്പൊ ആളുടെ പേരിലാണ് ഫിബോനാക്കി നമ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ ഇത് ആര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു? വിരഹങ്ക, ഗോപാല, ഹേമചന്ദ്ര അതുപോലെ പിൻഗല ഇവരെല്ലാവരും കൂടി കണ്ടുപിടിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഫിബോനാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ബൈനറി നമ്പേഴ്സ് ആർ ദ ബേസിക് ലാംഗ്വേജ് ഇൻ വിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ റിട്ടൺ. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് മാറി. അതിന് മുമ്പേ കണ്ടുപിടിച്ചത് വിരഹങ്ക, ഗോപാല, ഹേമചന്ദ്രയ്ക്ക് ആയിരുന്നു. പക്ഷെ അതിപ്പോ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഫിബോനാക്കിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഹേമചന്ദ്ര. ഇപ്പൊ നമുക്കറിയാം ഇപ്പോ സയൻസില് അതുപോലെ തന്നെ സയൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗ്രാമർ. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലാംഗ്വേജ് വേണം. അപ്പൊ അവിടെ ഗ്രാമർ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗ്രാമറിനെ പറ്റിയിട്ടും അതുപോലെ ഒരുപാട് പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഇന്ത്യൻ ഫിലോസഫർ ആയിരുന്നു ഹേമചന്ദ്ര. ഓക്കെ, റൈറ്റർ ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ സാൻസ്ക്രിറ്റിലും പ്രാകൃത് ഗ്രാമേഴ്സ് ഒക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ജയദേവ. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ജയദേവ വരച്ചിട്ടുള്ള ഒരു വർക്കാണിത്. ഇപ്പൊ സയൻസും ടെക്നോളജിയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേറൊരു ഫീൽഡാണ് ആർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജയദേവ എന്ന് പറയുന്നത് ആർട്സിൽ വരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. അപ്പം ജയദേവയുടെ വർക്കൊക്കെയും ഇന്ത്യൻ കൾച്ചറിനെ ഒരുപാട്, അതായത് ഇന്ത്യൻ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഒഡീസി ആ ഒരു ട്രഡീഷനെയാണ്, ഒഡീസി മ്യൂസിക് അതിനൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ കർണാട്ടിക് മ്യൂസിക്, ഇപ്പൊ ഭരതനാട്യത്തിൽ നിന്ന് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഒഡീസി മ്യൂസിക് എന്ന് പറയുന്നത്. അത് ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല കർണാട്ടിക് മ്യൂസിക് അതിനൊക്കെയും ബേസ് ചെയ്തിട്ടാണ് ഒഡീസി മ്യൂസിക് എന്ന് പറയുന്നത്. അതിനൊക്കെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത് ഈ ജയദേവിയാണ്. അതുപോലെ ജയദേവ ഒരുപാട് പെയിന്റിങ്സും ഒക്കെയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പെയിന്റിംഗ് ആണിത്. ഇനി അടുത്തത് പ്രഫുൽ ചന്ദ്ര റായ്. പ്രഫുൽ ചന്ദ്ര റായ് ആളിനെയാണ് ഫാദർ ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫാദർ ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രഫുൽ ചന്ദ്ര റായ് ആണ്. ഇനി ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് കാറ്റിൽ ബോൺ. ഇപ്പൊ നമുക്കറിയാം കാറ്റിൽസിന്റെ ബോണൊക്കെയും വേസ്റ്റ് ആണ്. അതിൽ നിന്നും മെഡിസിൻ ഉണ്ടാക്കാം എന്നുള്ളത് ഇൻവെന്റ് ചെയ്തത് പ്രഫുൽ ചന്ദ്ര റായ് ആണ്. അപ്പോൾ ആളിനെ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പ്രഫുൽ ചന്ദ്ര റായ്. ഇനി ഹർഗോബിന്ദ് ഖൊറാന. ഓക്കെ, ഹർഗോബിന്ദ് ഖൊറാന കണ്ടുപിടിച്ചത് ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ജീൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ജീൻ, ഇപ്പൊ അതിന്റെയൊക്കെയും ആർട്ടിഫിഷ്യൽ ജീൻ ഉണ്ടാക്കുക അങ്ങനത്തെയൊക്കെയും വരുന്നതിനെ, അങ്ങനത്തെ സ്റ്റഡീസിനെ ഇപ്പൊ പറയുന്ന ഒരു പേരുണ്ട്. ആ ഒരു ബ്രാഞ്ചിനെ ഇപ്പൊ എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? അതായത് ആർട്ടിഫിഷ്യൽ ജീൻ ഉണ്ടാക്കുക, അതിന്റെ പ്രോസസ്സിങ്
പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാം. അപ്പൊ അതിനൊക്കെയും ഇപ്പോ ആ ഒരു സ്റ്റഡിക്ക് ഇപ്പൊ ഒരു ബ്രാഞ്ച് ആണ് ഇപ്പൊ അത്. അപ്പൊ ആ ഒരു ബ്രാഞ്ചിന് ഇപ്പൊ പറയുന്ന പേരാണ് എന്ത്? ബയോടെക്നോളജി. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ആർട്ടിഫിഷ്യൽ ജീന് ഏറ്റവും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഹർഗോബിന്ദ് ഖൊറാനിയാണ്. ഓക്കെ, ഇനി ഇപ്പൊ ഡെസിഫേർഡ് ജനറ്റിക് കോഡ് അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ജീനൊക്കെയും ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിനെ ആൾക്ക് ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, നോബൽ പ്രൈസ് ഫോർ മെഡിസിൻ ഇൻ 1968. അതുപോലെ തന്നെ പത്മഭൂഷണം കിട്ടിയിട്ടുണ്ട്, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവാർഡ് ചെയ്യുന്നതാണ്. ഇനി ഹോമി ജെ ബാബ. ഹോമി ജെ ബാബയാണ് ഏറ്റവും കൂടുതൽ ലാർജ്ലി കോൺട്രിബ്യൂട്ടഡ് ടു അറ്റോമിക് ഫിസിക്സ്. അറ്റോമിക് ഫിസിക്സിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തത് ഹോമി ജെ ബാബയാണ്. അതുപോലെ ഇദ്ദേഹമാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇന്ത്യയിൽ സെറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഹോമി ജെ ബാബ പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സെറ്റപ്പ് ചെയ്തത്. ഇനി ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ്, അതായത് ക്വാണ്ടം തിയറീനെ ബേസ് ചെയ്തിട്ട്, കോസ്മിക് റേസിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു. ഓക്കെ, 1966 പ്ലെയിൻ ക്രാഷിലാണ് ഇതായത്. ഇനി ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ. അപ്പം ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഇദ്ദേഹമായിരുന്നു നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NRDC ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു NRDC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ ആരുടെയാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗറിന്റെയാണ്. ഇനി മാഗ്നറ്റോ കെമിസ്ട്രി, അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രി ഓഫ് ഇമ്മൽഷൻ, ഇതിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ശാന്തി സ്വരൂപ് ഭട്നാഗറിന്. അപ്പൊ ഏറ്റവും കൂടുതൽ റിസർച്ച് ഏരിയ വരുന്നത് മാഗ്നറ്റോ കെമിസ്ട്രിയിലും ഫിസിക്കൽ കെമിസ്ട്രി ഓഫ് ഇമ്മൽഷനിലുമാണ്. ഇനി ഡോക്ടർ ഭട്നാഗർ അതായത് ഇപ്പോൾ ബ്രിട്ടീഷ് എംപയറിന്റെ ഓർഡർ, OBEയുടെ ഓർഡർ അനുസരിച്ചാണ് ആളിനെ കൺഫർ ചെയ്തത്. ഇനി സർ CV രാമൻ. CV രാമൻ ഇപ്പം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും, അത്രയും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഫേമസ് സയന്റിസ്റ്റ് ആണ് CV രാമൻ. ഇപ്പൊ CV രാമൻ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും രാമൻ ഇഫക്റ്റ് എന്നുള്ളത്. രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ആർക്ക്? CV രാമൻ. ഇപ്പൊ നോബൽ പ്രൈസ് ഫോർ ഫിസിക്സ് 1929. ഓക്കെ, ഇതില് ഓർഡർ എന്ന് പറയുന്നത് ഇപ്പൊ ബ്രിട്ടീഷ് എംപയർ കൊടുക്കുന്ന ഒരു ബഹുമതിയാണ്. അപ്പൊ അത് കിട്ടിയിട്ടുള്ളത് ഈ ഭട്നാഗറിനാണ്. ഓക്കെ, ഇനി CV രാമൻ എന്ത് ചെയ്തിട്ടുണ്ട്? രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1929. ഇനി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റഡി ആയിരുന്നു ഇപ്പം ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ട് വേൾഡ് വൈഡ്. ഇനി രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലെ ഫൗണ്ട് ചെയ്തതും CV രാമനാണ്. ഓക്കെ, അതും ആര് കൊണ്ടുവന്നിട്ടുള്ളതാണ്? CV രാമൻ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഓക്കെ, ഇപ്പൊ CV രാമന്റെ പേരിലാണ് നാഷണൽ സയൻസ് ഡേ അറിയപ്പെടുന്നത്, February 28. ഇനി ഭഗവാന്തം. ആളുടെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു റേഡിയോ ആസ്ട്രോണമിയിൽ, അതുപോലെ കോസ്മിക് റേസിലേക്കും ആൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ സർ CV രാമന്റെ അസോസിയേറ്റ് ആയിരുന്നു ഈ ഒരു ഡോക്ടർ S ഭഗവന്തം എന്ന് പറയുന്ന ഈ ഒരു സയന്റിസ്റ്റ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെ, അതുപോലെ ഇപ്പം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ ഡയറക്ടർ ജനറൽ ഒക്കെ ആയിരുന്നു ഈ ഡോക്ടർ S ഭഗവന്തം എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇനി സതീഷ് ധാവൻ. സതീഷ് ധാവൻ ആയിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നതാണ് സതീഷ് ധാവൻ. അതുപോലെ തന്നെ he was instrumental to take India into space age by launching ആര്യഭട്ട. 1975 ആര്യഭട്ട ലോഞ്ച് ചെയ്യാൻ ഇടയായത് സതീഷ് ധാവന്റെ ആ ഒരു വർക്കോട് കൂടിയിട്ടാണ്. അപ്പം ആര്യഭട്ടയിൽ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് സതീഷ് ധാവൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രീനിവാസ് രാമാനുജൻ.
അപ്പൊ രാമാനുജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മാത്തമാറ്റിക്കൽ ഫീൽഡിലാണ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ്. കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ്, നമ്പർ തിയറീസ്, ഇൻഫിനിറ്റ് സീരീസ്, അതുപോലെ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻസ്, ഇതൊക്കെയും കണ്ടുപിടിച്ചത് ശ്രീനിവാസ് രാമാനുജനാണ്. ഇനി ഇൻഫിനിറ്റ് സീരീസ് ഫോർ പൈ വാല്യൂ, അതുപോലെ അതിന്റെ ഇൻഫിനിറ്റ് സീരീസ് ഒക്കെ കണ്ടുപിടിച്ചത് ശ്രീനിവാസ് രാമാനുജനാണ്. ഇനി 1914 രാമാനുജൻ ഇൻഫിനിറ്റ് സീരീസ് ഫോർ പൈ അതിന്റെ ഫോർമുല കൊണ്ടുവന്നത്. ഓക്കെ, അതാണ് അൽഗോരിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അടുത്തത് വെങ്കടരാമൻ രാമകൃഷ്ണൻ. ഇന്ത്യയിൽ തന്നെ ബോൺ ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് ആളുടെ ജന്മം എന്ന് പറയുന്നത്. നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി കിട്ടിയിട്ടുണ്ട്. റൈബോസോം സ്റ്റഡി, റൈബോസോമിനെ പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. റൈബോസോം നമുക്കറിയാം സെല്ലിനുള്ളിൽ വരുന്ന ഒരു സെലോഗനൽ ആണ് എന്ത്, റൈബോസോം. അപ്പൊ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിനാണ് ആൾക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പം 3 ലൊറേറ്റേഴ്സ് ഉണ്ട്. അവരാണ് തോമസ് എ സീഡ്സ്, അതുപോലെ എഡ ഇ യോനാഥ്. ഇവരൊക്കെയും കൂടിയിട്ടാണ് 3D മോഡൽ കണ്ടുപിടിച്ചത്. ആന്റിബയോട്ടിക്സ്, അതായത് റൈബോസോമിനെ ബൈൻഡ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സിന്റെ 3D മോഡൽ കണ്ടുപിടിച്ചത് ഈ 3 ലൊറേറ്റേഴ്സ് കൂടിയിട്ടാണ്. ഓക്കെ, ദെൻ ഡോക്ടർ എസ് ചന്ദ്രശേഖർ. അപ്പം ഈ ഡോക്ടർ എസ് ചന്ദ്രശേഖർ ഇപ്പൊ ഏറ്റവും ഫസ്റ്റ് ആൻഷ്യൻ ഇന്ത്യൻ സയന്റിസ്റ്റ് കഴിഞ്ഞു. പിന്നെ കുറെ സയന്റിസ്റ്റ് ഒക്കെയും ഇന്ത്യക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെയും കൊടുത്തത്. പക്ഷെ ചില സയന്റിസ്റ്റ് അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഇന്ത്യയിൽ തന്നെയാണ് ജനിച്ചതെങ്കിലും അവർ അമേരിക്കയിലോട്ട് എന്ത് ചെയ്തു, പോയി മൈഗ്രേറ്റ് ചെയ്തു അവരുടെ ജോബിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തത് അവിടെയാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ജനിച്ചു വളർന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, ഡോക്ടർ എസ് ചന്ദ്രശേഖറും ഇതുപോലെ ഇന്ത്യൻ ബോൺ അമേരിക്കൻ ആണ്. നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫിസിക്സിലെ 1983 ആസ്ട്രോഫിസിസ്റ്റ് ആണ്. സ്റ്റെല്ലാർ ഇവല്യൂഷൻ അതിന്റെ ആ ഒരു തിയറി കൊണ്ടുവന്നത് ഡോക്ടർ എസ് ചന്ദ്രശേഖർ ആണ്. അപ്പം അതായത് ഇപ്പൊ ബർത്ത് ആൻഡ് ഡെത്ത് ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു 35 ഇയേഴ്സിൽ നടക്കും എന്നാണ് പറയുന്നത്. ഹിസ് ഡിസ്കവറി വാസ് ലോ ഓഫ് ഡെത്ത്. ഏറ്റവും ഫസ്റ്റ് അതൊരു ഫെയിലിയർ ആയിട്ടാണ് കണ്ടുവരുന്നത് എന്നുണ്ടെങ്കിലും ഒരു 3 ഡീക്കേഡ്സ് കഴിഞ്ഞപ്പോൾ അതിന് എന്ത് കിട്ടി, വേൾഡ് വൈഡ് ഇമ്പോർട്ടൻസ് കിട്ടി. അതുപോലെ തന്നെ നോബൽ പ്രൈസ് ഒക്കെയും കിട്ടി. ഇനി അക്കോർഡിംഗ് ടു ഹിസ് തിയറി ദ ഓൾഡ് സ്റ്റാർസ് ജസ്റ്റ് കൊളാപ്സ് ആൻഡ് ഡിസപ്പിയർ ഇൻ ലൈറ്റ് ഓഫ് ഡെൻസർ സ്റ്റാർസ് ഓഫ് ലോ ലൈറ്റ്, പോപ്പുലർലി കോൾഡ് ചന്ദ്രശേഖർ ലിമിറ്റ്. അപ്പം അതിന് ആ ഒരു കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു തിയറിക്ക് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പേരുവിട്ടു. ഇനി അടുത്തത് ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായ്, അല്ലെങ്കിൽ ഡോക്ടർ വിക്രം സാരാഭായ് എന്നാവും കൂടുതലും കേട്ടിട്ടുണ്ടാകാം. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഒരു ഡോക്ടർ വിക്രം സാരാഭായുടെ എഫേർട്ടോട് കൂടിയിട്ടാണ്. അതുപോലെ ഹി സക്സസ്ഫുള്ളി കൺവിൻസ്ഡ് ദ ഗവൺമെന്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്പേസ് പ്രോഗ്രാം ഫോർ എ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ ആഫ്റ്റർ റഷ്യൻ സ്പുട്നിക് ലോഞ്ച്. റഷ്യ സ്പുട്നിക് ലോഞ്ച് ചെയ്ത സമയത്ത് ഇപ്പം ഇന്ത്യനെ പറഞ്ഞ്, അതായത് ഇപ്പോൾ നമുക്കൊരു സ്പേസ് പ്രോഗ്രാം വേണം, അതൊരു ഇന്ത്യ ഒരു ആസ് എ ഡെവലപ്പിംഗ് കൺട്രി ഇന്ത്യ ഒരു ഇപ്പൊ ചെയ്യേണ്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പേസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയും ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്തത് വിക്രം സാരാഭായ് ആണ്. അപ്പൊ സാരാഭായുടെ എഫേർട്ടോട് കൂടിയിട്ടാണ് ISRO എസ്റ്റാബ്ലിഷ് ആയത്. ഇനി ആരാണ് ഇന്ത്യൻ നാനോ ടെക്നോളജിയുടെ ഫാദർ? ഓക്കെ, ഇപ്പൊ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂലി എമർജഡ് ആയിട്ടുള്ള ഒരു സയൻസ് ബ്രാഞ്ച് ആണ്. അപ്പൊ നാനോ ടെക്നോളജി അതിന്റെ ഫാദർ ആയിട്ട്, ഇന്ത്യൻ നാനോ ടെക്നോളജിയുടെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് പ്രൊഫസർ CNR റാവു ആണ്. നാനോ സയൻസ്, നാനോ ടെക്നോളജി അതൊക്കെയും എന്തിന്റെ സ്മോൾ തിങ്സ്, അതായത് നാനോ പാർട്ടിക്കിൾസിന്റെ സ്റ്റഡീനെയാണ് ഈ നാനോ സയൻസ്, നാനോ ടെക്നോളജിക്ക് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് വരെ നമുക്ക് പറയാൻ പറ്റും. അതായത് വേറെയും സയൻസ് ഫീൽഡ് ആയിട്ടുള്ള കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, മെറ്റീരിയൽ സയൻസ്, എഞ്ചിനീയറിംഗ് ഇതൊക്കെയും കൂടി കലർന്നിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നാനോ ടെക്നോളജിയുടെ ടെക്നിക്സും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയും കണ്ടുപിടിച്ചത് CNR റാവു ആണ്. അപ്പൊ ആളിനെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്.
രാജാരമണ. ഡോക്ടർ രാജാരമണ എന്നും കൂടി അറിയപ്പെടും. എ ഗ്രേറ്റ് ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആണ്. അപ്പം ഫസ്റ്റ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പൊക്രാനിലാണ് നടന്നത്, നമുക്കറിയാം 1974. അപ്പൊ അത് ഉണ്ടായത് ഈ ഒരു രാജാരമണയുടെ എഫേർട്ടോട് കൂടിയിട്ടാണ്. ഇനി ബീർബൽ സാനി. ബീർബൽ സാനി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഫോസിൽ പ്ലാന്റ്സിന്റെ സ്റ്റഡി, അതിനെയാണ് ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഫോസിൽ പ്ലാന്റ്സിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ളത് ബീർബൽ സാനിയാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ഇവല്യൂഷൻ എങ്ങനെയാണ് നടന്നത് അതൊക്കെയും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കുറെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹി വാസ് ഓൾസോ ഇൻവോൾവഡ് ഇൻ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇന്ത്യൻ സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് സെർവ്ഡ് ആസ് പ്രസിഡന്റ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് in India and as a honorary president of the International Botanical Congress, Stockholm. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ സയൻസ് എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, അതുപോലെ തന്നെ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബൊട്ടാനിക്കൽ കോൺഗ്രസ് സ്റ്റോക്ക്ഹോം അതിന്റെ ഹോണററി പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബീർബൽ സാനിയെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഫോസിൽ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പ്ലാന്റ് ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് ചെയ്തിട്ടുള്ളത്. ഇനി ജെ.സി. ബോസ്. അപ്പം ജെ.സി. ബോസ് എമിനന്റ് ഫിസിസ്റ്റ് അതുപോലെ ബൊട്ടാനിസ്റ്റ് ആണ്. അപ്പൊ ജെ.സി. ബോസ് ആളിനെ ഇതാക്കിയിട്ട് ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൽക്കട്ടയിൽ ഒരു ബോസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി ഡിസ്കവേർഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടു വയർലെസ് ടെലിഗ്രഫി ഇൻ 1895. 1895 വയർലെസ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്ത് വയർലെസ് ടെലിഗ്രഫി ആ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്തത് ജെ.സി. ബോസ് ആണ്. സോ ജെ.സി. ബോസ് proved that plants are also sensitive to heat, cold, light, noise and other stimuli. അപ്പം ഇപ്പൊ ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റിമുലൈസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റിമുലൈസിനെ സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ചു. അതുപോലെ ഹി ഡിസൈൻഡ് വെരി സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് കോൾഡ് ക്രസ്കോഗ്രാഫ്. അപ്പൊ ക്രസ്കോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടുപിടിച്ചത്, സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തത് ജെ.സി. ബോസ് ആണ്. which was capable of recording and detecting minute responses due to external stimuli. അപ്പം എക്സ്റ്റേണൽ സ്റ്റിമുലൈയിൽ വരുന്ന മൈന്യൂട്ട് റെസ്പോൺസസ് വരെ ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഒരു ക്രസ്കോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റിനുണ്ട്. അതൊരു സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് കണ്ടുപിടിച്ചത് ആരാണ്? സർ ജെ.സി. ബോസ് ആണ്. ഇനി ഹി ഈസ് ദ ഓഥർ ഓഫ് 2 ബുക്സ്, റെസ്പോൺസ് ഇൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ദ നെർവസ് മെക്കാനിസംസ് ഓഫ് പ്ലാന്റ്സ്. ഈ 2 ബുക്കാണ് ജെ.സി. ബോസ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് മേഘ്നാഥ് സാഹ അതുപോലെ സത്യേന്ദ്രനാഥ് ബോസ്. ഇവർ 2 പേരും ജെ.സി. ബോസിന്റെ സ്റ്റുഡൻസ് ആണ്. മേഘ്നാഥ് സാഹ വാസ് an Indian astrophysicist who helped devise the theory of thermal ionization. അപ്പൊ തെർമൽ അയണൈസേഷൻ തിയറി അതിനെ ഡിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ആരാണ്? മേഘ്നാഥ് സാഹയാണ്. അതുപോലെ അപ്പൊ സാഹ അയണൈസേഷൻ ഇക്വേഷൻസ് astronomers to accurately relate the spectral classes of stars to their actual numbers. അപ്പൊ ആസ്ട്രോണോമേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സാഹ അയണൈസേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ആസ്ട്രോണോമേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സ്പെക്ട്രൽ ക്ലാസസ് ഓഫ് സ്റ്റാർസ് ടു ദെയർ ആക്ച്വൽ നമ്പേഴ്സ്, അതിനെ ആക്യുറേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ആ ഒരു കാൽക്കുലേഷനൊക്കെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാഹ അയണൈസേഷൻ ഇക്വേഷൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ആസ്ട്രോഫിസിക്സ് ആണ്, ആസ്ട്രോഫിസിസ്റ്റ് ആണ്. ആസ്ട്രോഫിസിസ്റ്റ് ആ ഒരു ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ളത്. കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് സാഹ അയണൈസേഷൻ ഇക്വേഷൻ. അടുത്തത് സത്യേന്ദ്രനാഥ് ബോസ് ആണ്. അപ്പൊ ഇന്ത്യൻ ഫിസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസിങ് ഇൻ മാത്തമാറ്റിക്കൽ ഫിസിക്സ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിലാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ക്വാണ്ടം മെക്കാനിക്സ് ഇൻ ദ ഏർലി 1920s. 1920s ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളായിരുന്നു സത്യേന്ദ്രനാഥ് ബോസ്. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡിങ് ദ ഫൗണ്ടേഷൻ ഫോർ ബോസ് ആൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്.
അതുപോലെ തന്നെ തിയറി ഓഫ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഹി ഈസ് ഓണർഡ് ആസ് ദ നെയിംസേക്ക് ഓഫ് ദി ബോസോൺസ്. അപ്പോൾ ബോസോൺസ്, അതുപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഇതൊക്കെ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? സത്യേന്ദ്രനാഥ് ബോസ് ആണ്. ഇനി ഏറ്റവും ലാസ്റ്റ് പറയുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരാളാണ് എ പി ജെ അബ്ദുൽ കലാം. അപ്പം അതാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ആളുടെ ഓട്ടോഗ്രഫിക്ക് പറയുന്ന പേരാണ് എന്ത്? വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേരുകള്. പിന്നെ അതുപോലെ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ് ഓവർക്രാഫ്റ്റ്, അതുപോലെ ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, ഇൻകോസ്പാർ കമ്മിറ്റി, ബാലിസ്റ്റിക് മിസൈൽ പ്രോജക്ട്, അതുപോലെ തന്നെ ചീഫ് സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു, അതുപോലെ DRDO സെക്രട്ടറി ആയിരുന്നു. ഒരുപാട് സ്പേസ് വെഹിക്കിൾസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൊക്കെയും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളിലൊക്കെയാണ് ആള് ടേക്ക് പാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് MS സ്വാമിനാഥൻ. നമുക്കറിയാം ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആണ് MS സ്വാമിനാഥൻ. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഈ അടുത്തൊക്കെയാണ് ഭാരത് രത്ന കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഭാരത് രത്ന കൊടുക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ കൺഫർ ചെയ്തിട്ടുള്ള ഒരു അവാർഡാണ് ഭാരത് രത്ന. അത് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ റീസെന്റ് കിട്ടിയിട്ടുള്ളതാണ് MS സ്വാമിനാഥനെ. ഇനി 2024 കിട്ടിയിട്ടുള്ളത്. സ്വാമിനാഥൻ കോൺട്രിബ്യൂട്ടഡ് ബേസിക് റിസർച്ച് റിലേറ്റഡ് ടു പൊട്ടാറ്റോ, വീറ്റ്, റൈസ് in areas such as cytogenetics, ionizing radiations and radio sensitivity. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഗ്രികൾച്ചറൽ ഫീൽഡ് ആയിട്ടാണ് അത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രീൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാലോ, അപ്പൊ അഗ്രികൾച്ചറൽ ഫീൽഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് MS സ്വാമിനാഥൻ. അപ്പം ഭാരത് രത്ന എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം ഇന്ത്യ കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് റീസെന്റ് ആണ് 2024. ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് അഗ്രികൾച്ചറൽ ഫീൽഡിലാണ്. ഇപ്പൊ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി അടുത്തത് ബേർഡ് മാൻ ഓഫ് വേൾഡ്. അപ്പൊ സലീം അലി ആണ് ബേർഡ് മാൻ ഓഫ് വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ ബോൺ ചെയ്തിട്ടുള്ളത് 12th November 1896 അതുപോലെ തന്നെ പ്രീ എമിനന്റ് ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയാൻ കാരണം, ഓർണിത്തോളജി എന്ന് പറയുന്നത് ബേർഡ്സിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ആ ബ്രാഞ്ചിനാണ്. അപ്പൊ ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയുന്നത് സലീം അലിയാണ്. അപ്പൊ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് സലീം അലിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്, അങ്ങനെയൊക്കെ. അതുപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്, അല്ലെങ്കിൽ ഇവർ എഴുതിയിട്ടുള്ള ബുക്സ്, അതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഇനി ഇപ്പം ഇതില് ഈ ഒരു കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രൊമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ മോഡേൺ സയന്റിസ്റ്റിനെ പറ്റിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ആൻഷ്യൻ സയന്റിസ്റ്റിനെ പറ്റിയിട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളൊന്നും വരാറില്ല. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മോഡേൺ സയന്റിസ്റ്റിനെ പറ്റിയിട്ടാണ്. കാരണം ആൻഷ്യൻ സയന്റിസ്റ്റിന്റെ പേരുകള്, അതുപോലെ അവര് കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതെല്ലാം ഒരു വേൾഡ് ആക്സെപ്റ്റ് ചെയ്യാത്തതാണ്. അപ്പം ഇവര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ കുറച്ച് കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മോഡേൺ സയന്റിസ്റ്റും അവർ കണ്ടുപിടിച്ചിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം പിന്നെ ഇവരുടെ പേരുകൾ തന്നെ ഇപ്പോ മഹർഷി കന്നഡ, അതുപോലെ സേജ് കന്നഡ, അങ്ങനെയൊക്കെയും പല പേരുകളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പല പേരുകളും പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കൊടുത്തിട്ടുള്ള അവാർഡുകള്, അതുപോലെ ഇപ്പൊ ബ്രിട്ടീഷുകാര് കുറെ അവാർഡ്സ് കൺഫർ ചെയ്തിട്ടുണ്ടാകാം, ഇന്ത്യ കുറെ അവാർഡ്സ് കൺഫർ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഏതൊക്കെ അവാർഡുകൾ കിട്ടി അതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.